ഗൈസ് ഇറ്റ്സ് തുടരും സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സംവിധായകൻ തരുൺ മൂർത്തിയോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം പടച്ചു വിടുന്നത്? മലയാളികളെ കഴിഞ്ഞ 2 മാസമായിട്ട് നിങ്ങൾ പറ്റിക്കുകയായിരുന്നു മിസ്റ്റർ തരുൺ മൂർത്തി. ഒരു സംവിധായകൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തൊക്കെയായിരുന്നു നിങ്ങൾ പറഞ്ഞത്? ഇതൊരു കുഞ്ഞു ചിത്രമാണ്, ഇതൊരു കുടുംബ ഫാമിലി ഡ്രാമയാണ്, ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യാൻ നിങ്ങൾ വരരുത്, അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തന്നെ അത് അമിത പ്രതീക്ഷ വെച്ച് പോവരുത്, ത്രില്ലർ അല്ല, ഒരു ചെറിയൊരു സിനിമയാണ്, ഫാമിലി ഡ്രാമയാണ് എന്നൊക്കെയാണ് നിങ്ങൾ കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മളെ പറഞ്ഞ് പറ്റിച്ചത്. നിങ്ങൾ പൃഥ്വിരാജിനേക്കാളും മുകളിൽ പോയി. കുഞ്ഞു സിനിമ, ചെറിയ സിനിമ, കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞിട്ട് എന്റെ അളിയ നിങ്ങൾ എന്തുവാണ് ഈ പടച്ചു വിട്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഇത് മേക്ക് ചെയ്ത് വച്ചിരിക്കുന്നത്? നിങ്ങൾക്കൊരു ഒരു അറിവുണ്ടോ നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന്? എന്റെ മോനെ, ബിഗ് സല്യൂട്ട് ടു തരുൺ മൂർത്തി ദ ഡയറക്ടർ. എന്റെ മോനെ, നിങ്ങളൊരു ബ്രില്യൻസ് ആണ്. ഇതാണൊക്കെയാണ് ഫാൻ ബോയ് സംഭവം എന്ന് പറയുന്നത്. നിങ്ങളിത് തുറന്ന് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് മടിക്കുന്നത്? നിങ്ങളെ സിനിമയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് എന്നല്ല, ഇത് ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് മറച്ചു വെക്കുന്നത്? നിങ്ങൾക്ക് പറഞ്ഞൂടെ? നമ്മൾ ആഘോഷമാക്കിട്ടില്ലേ? അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മളൊരു മിനിമം സാധനം മനസ്സിൽ കയറ്റിയിട്ടാണ് പോയത്. പക്ഷെ ട്രെയിലർ വന്നപ്പോഴും എനിക്ക് എല്ലാവർക്കും ഒരു പേഴ്സണലായിട്ട് സംഭവം വന്നിട്ടുണ്ട്, ഇത് എന്തൊക്കെയോ സംഭവം ഇറുക്ക് എന്നുള്ളത്. എന്റെ മോൻ, അതുക്കും മേലെ ആ ട്രെയിലറൊന്നും അല്ല സംഭവം. ആ ട്രെയിലറിന്റെ മുകളിൽ ഒരു 100 ഇരട്ടി 10 ഇരട്ടി 100 ഇരട്ടി മുകളിൽ ഒരു സാധനം 2 മണിക്കൂറും 45 മിനിറ്റും ഉള്ള ഒരു അട്ടാറ് സാധനം, ഒരു കിണ്ണം കാച്ചിയ ഒരു എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല, ഒരു ജാതി ലെവൽ സാധനമാണ് തരുൺ മൂർത്തിന്റെ തുടരും. ലാലേട്ടനെ കുറിച്ചുള്ള പറയാം, ലാലേട്ടനെ കുറിച്ച് ഞാൻ പറയാതിരിക്കും നിങ്ങൾ തോന്നുന്നുണ്ടോ? സോ അതവിടെ നിൽക്കട്ടെ. സിനിമ തുടങ്ങിയിട്ട് ഞാൻ പറയാം, ഇതൊരു ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ, ഒരു 20 മിനിറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് കുറച്ച് സീൻ കാണിക്കുന്നുണ്ട്, അതൊരു 5 മിനിറ്റ് 10 മിനിറ്റോളം വരും. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഷൺമുഖന്റെ വീട്ടിലേക്ക് പോവാണ്. ഷൺമുഖത്തിനെ കാണാം, ഷൺമുഖന്റെ ഭാര്യനെ കാണാം, കുട്ടികളെ കാണാം, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബമാണ്. സോ അവിടെ കിടക്കുന്ന കൊച്ചു തമാശകളും കാര്യങ്ങളും, നല്ല 2 പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ആ ശോഭന നമ്മുടെ ലാലേട്ടൻ തമ്മിലുള്ള കോംബോ കാര്യങ്ങൾ, ആ പാട്ടിലൊക്കെ കണ്ട പോലെ ഒരു നല്ലൊരു വൈബ്. അതായത് റാണിയിലെ സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുക. റാണിയിലെ എല്ലാ ഹിൽ ഏരിയയിലെ സൗന്ദര്യം ഒപ്പിയെടുത്തു പോകുന്ന ക്യാമറയും ഫ്രെയിംസും കാര്യങ്ങളും പാട്ടിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് നമ്മളെ ലാലേട്ടന്റെ പഴയ ലാലേട്ടൻ എന്ന് പറയുന്നില്ല, ആ പഴയ ലാലേട്ടൻ നമ്മൾ കൊണ്ടുവന്ന് ഇതങ്ങനെ നിങ്ങളെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് കണ്ടാൽ മതി. എന്താ ചിരിയിലും ആ കണ്ണുകളിലും ആ ചിരിയിലും തുടുത്ത കവിളും എല്ലാം, ആ കോമഡിയും തുള്ളലും ചാടലും എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ഒരു 1 മണിക്കൂർ. അത് ഷൺമുഖത്തിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, എല്ലാവർക്കും കുടുംബത്തിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റ്, ഒരു മണിക്കൂറേ ഉള്ളൂ. ആ 45 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ പിടിച്ചങ്ങോട്ട് കയറും. ചെറിയ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ, അതിങ്ങനെ അപ്പോഴും കോമഡിയൊക്കെ ഉണ്ട് കേട്ടോ, കോമഡിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയി അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു ചുരം ഇങ്ങനെ കയറി പോകുന്ന പോലെയാണ് സംഭവം. അതിങ്ങനെ വളവും തിരിഞ്ഞൊക്കെ കയറി പോകുമ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഇത് എങ്ങോട്ടാണ് ഈ പോക്ക്. അങ്ങനെ ഓരോ സീന് കഴിയുമ്പോഴും നമ്മളേക്ക് ഒരു ആകാംക്ഷ, ഇതെന്തൊക്കെയോ ഉണ്ട്, ഇത് സംഭവം റിക്ക് എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ നഖം കടിപ്പിച്ചുകൊണ്ട് ടെൻഷൻ ആയിക്കൊണ്ട് ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്ത് ഓരോ സീൻ ഓരോ പക്കാ സീനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റർവെൽ പ്ലോട്ടൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ സീനിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, മോനെ ഇജാതി സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് അങ്ങനെ പിടിക്കാനൊന്നും പറ്റൂല സംഭവം. എന്നാലും ആ ഒരു സംഭവങ്ങളൊക്കെ കയറി വരുന്ന രീതിയും പിന്നീട് അങ്ങോട്ട്, അതായത് ഇന്റർവെൽ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയില്ല 1.5-2 മണിക്കൂറും യോമാൻ, നിങ്ങൾക്ക് നഖം കടിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രീനിൽ കണ്ണെടുക്കാൻ തോന്നൂല. അജാതി സീൻ ബൈ സീൻസ് പക്ക ബാക്ക് ടു ബാക്ക് സീൻസ് കൊടുത്തുകൊണ്ട് എജ്ജാതി ത്രില്ലറാണ്, എജ്ജാതി മേക്കിംഗ് ആണ്, നിങ്ങൾ എജ്ജാതി സ്ക്രിപ്റ്റ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അജാതി സാർ, നമ്മൾ പല സിനിമകളിലും ഇങ്ങനൊരു ടോപ്പിക് ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട് കുറെ സിനിമകൾ. പക്ഷെ ഇത് എടുത്തു വെച്ച രീതി, ഇത് ഒരു കുഞ്ഞു സിനിമയുടെ, അത് ടെക്നിക്കാലിറ്റിയോ അല്ലെങ്കിൽ വമ്പൻ സിനിമകളോ എമ്പുരാനോ കാര്യങ്ങളൊന്നും അല്ല. എമ്പുരാൻ എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓവോൾ സിനിമയായിട്ട് നോക്കുമ്പോൾ ഇത് എവിടെയോ കിടക്കുന്നു, എമ്പുരാൻ എവിടെയോ കിടക്കുന്നു. മീൻസ് അത് രണ്ട് ഇതാണ്. പക്ഷെ ഈ സിനിമ തുടരും ആസ് എ സിനിമ, ആസ് എ ഓൾ സിനിമ എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനം. ഇപ്പം നമ്മൾ ദൃശ്യം കണ്ടു, ചെറിയ സിനിമയാണ്, പക്ഷെ അത് ഇമ്പാക്ട് എന്ന് പറയുന്നത് പാൻ ഇന്ത്യ ലെവലിലാണ് ഉണ്ടാക്കിയത്. അതേപോലെ
എന്താണ് മഹാരാജ, തമിഴിലെ മഹാരാജ ഉണ്ട്. ചെറിയ സിനിമയാണ്, ടെക്നിക്കാലിറ്റിയോ വലിയ വലിയ സ്ക്രീൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ അതൊരു ഉണ്ടാക്കിയ സിനിമ വേറെ ലെവലാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? പഴയ ലാലേട്ടനെ കാണണോ? ഉണ്ട്. ഇമോഷൻ വേണോ? ഉണ്ട്. കൊട്ടക്കണക്കിന് ഇമോഷൻ ഉണ്ട്. ലാലേട്ടൻ കരഞ്ഞ് അവസാനം നമ്മളെ വരെ കരയിപ്പിക്കുന്ന രീതിയിലാണ് സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. ലാലേട്ടനെ കരയുന്ന സീനെല്ലാം കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. എജ്ജാതി നമ്മളെ തന്മാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഇറക്കി ഇങ്ങനെ തോന്നുന്നു ലാലേട്ടന് എന്റെ മോനെ. ഐ മീൻ അത് നമ്മൾ കാണുന്ന സമയത്ത് ഗൂസ് ബംസ് ആണ്, നമുക്കത് രോമാഞ്ചിഫിക്കേഷൻ ആണ്. ആസ് എ ഫാൻ നമുക്ക് സാധാരണക്കാർക്ക് പോലും അതൊരു ഗൂസ് ബംസ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഫാൻസ് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന, ലാലേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന, ഓരോ സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരിക്കുന്ന, ഒരു വിജയങ്ങൾ ആഘോഷിക്കാൻ നമ്മൾ കാത്തിരിക്കുന്ന, സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന നമ്മളെ പോലുള്ള ഫാൻസിന് അത് എത്രമാത്രം ഭയങ്കര ഒരു അനുഗ്രഹം അല്ലെങ്കിൽ വേറെ ഫീൽ ചെയ്യുന്ന നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ലാലേട്ടനൊപ്പം കൂടെ അഭിനയിച്ച എല്ലാവരും, ശോഭനൊക്കെ ഓരോരോ സ്ഥലങ്ങളിലും നാഗവല്ലിയൊക്കെ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ട്. അതും നല്ല നല്ല നൈസായിട്ട് അവർ ചെയ്തു വെച്ചിട്ട് ആ കോംബോ, അവരെ മക്കളായിട്ട് അഭിനയിച്ച 2 മക്കളും, മണിയമ്പിള്ള രാജുണ്ട്, പിന്നെ നമ്മുടെ കുതിരവട്ടം പപ്പുന്റെ മോൻ നമ്മൾ ട്രെയിലറിൽ കണ്ടു. അതേപോലെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, നൈസായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെടുത്ത് പറയേണ്ടത് വില്ലൻ കഥാപാത്രം ചെയ്തൊരു മൂപ്പരുടെ പേര് ഞാൻ നോക്കി കിട്ടിയിട്ടില്ല. കിട്ടണ്ട, നിങ്ങൾക്ക് പേരില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞത് വേറെ ലെവലാണ്. അത് ലാലേട്ടനൊപ്പം പിടിച്ചു നിൽക്കുക. ലാലേട്ടനൊരു ഒറ്റയാനായിട്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇയാളൊരു സിംഹം പോലെ, അല്ലെങ്കിൽ വേറൊരു ഒറ്റയാനായിട്ട് അയാൾ ഇടുന്ന ഓരോ എക്സ്പ്രഷൻസും അയാൾ ഓരോരോ മാനറിസറും കാര്യങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വെരി വെൽ ഡൺ. മികച്ച വില്ലൻ അഭിനയമാണ് കാണിച്ചിട്ടുള്ളത്. ലാലേട്ടനെ കളിയാക്കിയവര്, ലാലേട്ടനെ സോഷ്യൽ മീഡിയയിൽ താറടിക്കുന്നവര്, ലാലേട്ടന്റെ പുറകിൽ നിന്ന് കുത്തുന്നവരൊക്കെ മനസ്സിലാക്കണം. അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ആളറിഞ്ഞ് കളിക്കടാ, പോയിട്ട് ആളറിഞ്ഞ് കളിക്ക്. നീയൊക്കെ ട്രൗസർ ഇട്ട് ആദിവാവ കണ്ട് നടക്കുന്ന സമയത്ത് നമ്മൾ ഏട്ടൻ ഈ ഫീൽഡിൽ ഉണ്ട്. നമ്മളെ നിന്റെ ഒക്കെ അച്ഛനോടും വല്യച്ഛനോടും അമ്മാവനോടൊക്കെ ചോദിച്ചാൽ അവര് പറഞ്ഞു തരും. തലമുറകളുടെ നായകൻ മോഹൻലാൽ, ദ കിങ് ഓഫ് മലയാളം സിനിമ, ദ എംപറർ ഓഫ് മലയാളം സിനിമ, ദ സൂപ്പർ സ്റ്റാർ, ദ മെഗാ സ്റ്റാർ, എന്തൊക്കെ വിളിക്കാം, കംപ്ലീറ്റ് സ്റ്റാർ, നിങ്ങൾ എന്തും വിളിച്ചോ. അതാണ് നമ്മുടെ ലാലേട്ടൻ. നമുക്ക് മലയാളത്തിന് സ്വന്തമായിട്ട് അമിതാഭ് ബച്ചനോ കമൽഹാസനോ രജനീകാന്തോ ആരുമില്ല. ആകെ ആയിട്ട് ഒരാളുണ്ട്, മോഹൻലാൽ, പത്മശ്രീ കേണൽ ഭരത് മോഹൻലാൽ, നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ആ ലാലേട്ടൻ നിങ്ങൾ വീഴുമെന്ന് കരുതി പുറകുന്ന് കുത്തുന്നതും എല്ലാം നമ്മൾ കണ്ടു. ഈ ആക്ടിങ് വരില്ല, മുഖം പോയി, ചിരിക്കാൻ പറ്റുന്നില്ല, എന്താണ് താടിയെടുക്കാൻ പറ്റിയില്ല, എക്സ്പ്രഷൻ പോയി ഇത് കണ്ടിട്ട് നിങ്ങൾ സംസാരിക്കുക. എടാ കിങ് ഈസ് ഓൾവേസ് എ കിങ് എന്ന് പറയുന്ന പോലെ തല ഉയർത്തി തന്നെ മോഹൻലാൽ എന്ന നടൻ ഇവിടെ ഉണ്ടാവും. അത് അന്നും ഇന്നും എന്നും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ദിസ് ഈസ് ഹിസ് യാർഡ്, എംപറർ, കിങ്ഡം ആണ്. ആ കിങ്ഡം അങ്ങനെ തന്നെ നിലനിൽക്കും. നിറഞ്ഞ കയ്യടികളായിരുന്നു അവസാനിക്കുന്ന സമയത്ത്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാവരും ആ ക്ലൈമാക്സിലും കാണുന്ന സമയത്ത്, ക്ലൈമാക്സ് ഒക്കെ നമ്മൾ അങ്ങനെ ഭയങ്കരമായ ടെസ്റ്റും കാര്യങ്ങളും, ദൃശ്യം പോലെ ടെസ്റ്റും കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ആ ഒരു നമുക്ക് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ്, അത് എഴുതി വെച്ച രീതി, അത് സംവിധാനം ചെയ്ത രീതി, ഇതിന്റെ ഛായാഗ്രഹണവും സിനിമാറ്റോഗ്രാഫിയും ഫ്രെയിംസും പാട്ടുകളും. ജേക്സ് ബിജോയ് ഈസ് വൺ ഓഫ് ദ അപ്കമിങ് എന്നാൽ ഇപ്പൊ മലയാളത്തിലുള്ള ഏറ്റവും നല്ല മ്യൂസീഷ്യനിൽ ഒരാളാണ് ജേക്സ് ബിജോയ്. അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ BGM കാര്യങ്ങളും, അത് ഇന്റർവെല്ലിന് മുമ്പാണെങ്കിൽ നമ്മളെ ഇങ്ങനെ കുളിർമ മനസ്സിലേക്ക് ഇങ്ങനെ സന്തോഷം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് തരുന്ന പോലെ കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഇന്റർവെല്ലിന് ശേഷം പെടാന്ന് പറഞ്ഞ അജാതി പെടാം. ലാലേട്ടന്റെ 2 മുഖങ്ങൾ ഇങ്ങനെ, ഷൺമുഖം നമ്മൾ വിചാരിക്കുന്ന ആളല്ല. നമ്മൾ ജോർജ് കുട്ടിയുടെ ദൃശ്യത്തിൽ ജോർജ് കുട്ടി അയാൾക്ക് കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു, ഐ മീൻ ഇമോഷൻസ് കാണിക്കാനും ചെയ്യാനൊക്കെ. പക്ഷെ ഷൺമുഖം ഇസ് എ വേറെ ലെവൽ. അതിൽ കൊടുക്കുന്ന ഓരോ BGM കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ മോനെ ജം ഓഫ് എ മ്യൂസിക് ഇങ്ങനെ പിടിച്ചിരുത്തും. നമ്മളെ അജാദ് സാധനമാണ് കൊടുത്തിട്ടുള്ളത്. എന്നേ പറയാനുള്ളൂ, തരുൺ മൂർത്തി എന്ന സംവിധായകൻ മലയാള സിനിമ കണ്ടെന്ന ഏറ്റവും നല്ല സംവിധായകനുള്ള ഒരാളായിട്ട് ഇവിടെ മലയാളം ഇൻഡസ്ട്രിയിൽ തുടരും. മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല എവർഗ്രീൻ കോംബോ ആയിട്ട്, അതിൽ ഒന്നായിട്ട് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലും ശോഭനയും തുടരും. മോഹൻലാൽ എന്ന അഭിനയ കുലപതി, അദ്ദേഹത്തിന്റെ കിങ്ഡം, ഹീൽ ബി എ കിങ്, അവർ കിങ് ആയിട്ടും എംപറർ ആയിട്ടും ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും മലയാളം ഇൻഡസ്ട്രിയിൽ തുടരും. ഒന്നും ആലോചിക്കേണ്ട, കുടുംബസമേതം പോയിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കുക, കാണുക, ആഘോഷമാക്കുക. ഷൺമുഖത്തിന്റെ കുടുംബത്തെ നിങ്ങൾ കണ്ടിട്ട് വരിക. പക്ക സാധനം. വേറെ ഒന്നും പറയാനില്ല. ലാലേട്ട ഉമ്മ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ് ആൻഡ് റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾട്ടൻ ബിയർഡ് റിയാക്ട്സ്.